വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം കേൾക്കുകയും ആമേൻ ഈ സന്ദേശം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കിന്ന് പകൽക്കാലമായിരിക്കാമല്ലോ. ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിപ്പാൻ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 41-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 41-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 41-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ബലപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 41-ാമത്തെ അധ്യായം. ഈ 41-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ 10-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ 10-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ അവിടെ കാണുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് ഇവിടെ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ആമേൻ. ആരും നമ്മോട് പറയാതെ മാറിയിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്: ഞാൻ നിന്നെ വിളിച്ചെങ്കിൽ, ആമേൻ, ഞാൻ നിന്നെ കൊണ്ടുവന്നെങ്കിൽ ഞാൻ നിന്നെ മാനിക്കാൻ ശക്തൻ. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മെ വിളിച്ചിറക്കിയവരൊന്നും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. എങ്കിലും ഭാരപ്പെടണ്ട കേട്ടോ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആരൊക്കെ നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞാലും അവരൊക്കെ ഒരു സമയം കഴിയുമ്പോൾ അവർ ക്ഷീണിച്ച് പിന്മാറും. പക്ഷെ ദൈവം നമ്മെ വിളിച്ചെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ഓരോ കാര്യാദികളിലും കർത്താവിൻ്റെ കരം ഉണ്ടാകും. ആമേൻ. അതിന്ന് ഈ പ്രഭാതത്തിൽ ജനം തിരിച്ചറിയണം. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിപ്പാൻ നമ്മൾ തയ്യാറാകരുത്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട സ്വർഗത്തിലെ ദൈവത്തിലേക്ക്. സ്തോത്രം. ചിലപ്പോൾ നമ്മെ സഹായിക്കുന്നവർ, നമ്മെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞവരൊക്കെ പലപ്പോഴും നമ്മുടെ ഫോൺ കോൾ പോലും കണ്ടാൽ എടുക്കാതെ മാറി നിൽക്കും. ചിലപ്പോൾ അവർ വിളിക്കുന്നത് പൈസക്കേറ്റാണോ, ചിലപ്പോൾ അവർ വിളിക്കുന്നത് സഹായം ചോദിക്കാനായിട്ടാണോ എന്നുള്ള ഒരു ഭയപ്പാടോടെ പലരും മാറി നിൽക്കുമ്പോൾ, സ്തോത്രം, അതിനൊക്കെ ഒരു പരിമിതിയോട് ദൈവം പൈതലേ. ഭർത്താവിൻ്റെ സഹായം ഭാര്യയ്ക്ക് ഒരു പരിമിതിയുണ്ട്, ഭാര്യയുടെ സഹായം ഭർത്താവിനും ഒരു പരിമിതിയുണ്ട്. ആമേൻ. അതെല്ലാം ഒരു പരിമിതിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സഹായം എന്ന് പറയുന്നത് അത് പരിമിതികളും അതിരുകളുമില്ലാത്തതാണ്. ആമേൻ. അതിരുകളില്ലാത്ത സഹായമാണ് കർത്താവ് ചെയ്യുന്നത്. ആർക്കും അതിരിടുവാൻ കഴിയാത്ത, ആർക്കും ബ്ലോക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു മന്ത്രവാദിക്കും, ഒരു ശകുനവാദിക്കും, ഒരു എതിർപ്രാർത്ഥനക്കാരനും, ഒരു ശത്രുവിനും അത് ബ്ലോക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സഹായമാണ് സ്വർഗത്തിലെ സഹായം. ആമേൻ. ആ സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ കടന്നു വരാൻ പോകുകയാണ്. സ്തോത്രം. ആമേൻ. ഇവിടെ യാക്കോബിനെ സംബോധന ചെയ്യുന്നത് പുഴുവായ യാക്കോബെ. ഈ പുഴുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പുഴുവിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പുഴു. ഈ പുഴുവിന് എന്തില്ലെന്നറിയാമോ? എല്ലുകൾ ഇല്ല, അസ്ഥികളില്ല. സ്തോത്രം.
അതിങ്ങനെ അതിങ്ങനെ ഉതിർന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ? നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും ഇതിങ്ങനെ പോകുമ്പോൾ. സ്തോത്രം. ആമേൻ. പക്ഷെ ദൈവം ആവണക്കിൽ ഒരു പുഴുവിനയച്ചു. സ്തോത്രം. ഈ പുഴുവ് ശക്തനാ. ആമേൻ. ചില മിനിറ്റുകൾക്കകം ആവണക്ക് മുഴുവനും തിന്നു കളഞ്ഞില്ലേ? ഹല്ലേലൂയ. സ്തോത്രം. അത് ചെറിയ സാധനമാണെങ്കിലും ഭയങ്കര സ്റ്റോറേജാ. പ്രൈസ് ദി ലോർഡ്. ദൈവം സൃഷ്ടിക്കുന്നതല്ല അങ്ങനെയാ. ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തി ആര് കയ്യിലെടുക്കുമോ ദൈവം അവനെ ഉപയോഗിക്കും. സ്തോത്രം. ചിലപ്പോൾ ചിലർ ഫോൺ കോൾ എടുക്കത്തില്ല. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കത്തില്ല. എടുത്തു കഴിഞ്ഞാലോ ചിലപ്പോൾ സഹായം ചോദിക്കാൻ വേണ്ടിയാണോ വിളിക്കുന്നത്, അതുകൊണ്ട് അവരെടുക്കത്തില്ല. സ്തോത്രം. ഭാരപ്പെടേണ്ട കേട്ടോ. ഇവിടെ പറയുന്നത് നീ ഭയപ്പെടേണ്ട. കണ്ടോ, ആരും എടുത്തില്ലെങ്കിലും നിന്നെ അവർ വിളിച്ചില്ലെങ്കിലും നീ ഭാരപ്പെടണ്ട. നിന്നെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. ഉറപ്പായിട്ടും ഇന്ന് പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ആമേ. സഹായം കിട്ടിയിട്ട് ദൈവസന്നിധിയിൽ പോകുന്നത് അശുദ്ധ മണ്ടത്തനമായിട്ടോ. ആമേൻ. ഏതൊക്കെ സഹായങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും ദൈവസഹായം ലഭിച്ചൊരു മനുഷ്യൻ ആ സഹായത്തോടെ പിന്മാറിപ്പോയാൽ ഒരിക്കലും പിന്നെ ആ മനുഷ്യനെ ദൈവ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഉറപ്പായിട്ടും. സ്തോത്രം. ആമേൻ. എന്നാൽ നോക്കൂ. ആമേൻ. 14 വാക്യം പറയുന്നു, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും ആയ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതറുപോലെ ആക്കുകയും ചെയ്യും. കണ്ടോ, വിളി വലുതാട്ടോ. ഇന്നും ഈ വിളിക്കകത്ത് ആമേൻ നിൽക്കാൻ പോലും കഴിയാതെ, സ്തോത്രം, എന്ത് തുടങ്ങിയാലും അതൊന്ന് പൂർത്തീകരിക്കാൻ കഴിയാതെ വടംവലിയുടെ മധ്യത്തിൽ നിൽക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ദർശിക്കുകയാണ്. ദൈവപൈതലേ, നിനക്ക് ദൈവം ഒരു പുതിയ നീർച്ചാല് കർത്താവ് ഒരുക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ മഹത്വവും ദൈവത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ആമേൻ സമർപ്പണത്തോടെ എത്രത്തോളം സമർപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം സമർപ്പണത്തോടും ദൈവഭയത്തോടും താഴ്മയോടും വിനയത്തോടും അഹങ്കാര മനോഭാവങ്ങളെയൊക്കെ മാറ്റിവെച്ച് വളരെ ശാന്തതയോടും നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന് നിന്നെ മൂർച്ചയുള്ള ഒരു വാഹനമാക്കാൻ കഴിയും. അത് ചെറുതല്ല കേട്ടോ, മെതിവണ്ടിയാ. ആമേൻ. അത് എത്ര ഉയർന്നിരിക്കുന്ന പ്രശ്നങ്ങളെ പൊടിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. എത്ര ഉയർന്നിരിക്കുന്ന മലകളെയും അവൻ മെതിച്ചു കളയും. നോക്കിക്കേ, നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിക്കുക, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ പുകഴും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ എന്ത് ചെയ്യണം? ദൈവത്തിൽ പ്രത്യാശ വച്ച് ദൈവത്തെ മാത്രം ഉയർത്തിപ്പിടിച്ച് ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ നീ പോലും അറിയാതെ ചില മേഖലകൾ നിനക്ക് വേണ്ടി തുറക്കാൻ കർത്താവ് സർവശക്തൻ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രവൃത്തി വയ്ക്കാൻ പോകുക. സ്തോത്രം. നീ ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ, നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ യാക്കോബേ, ദൈവം നിന്റെ വലിയൊരു ജാഗൻ പോകുകയാണ്. യാക്കോബിൽ കൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. പുഴുവായ യാക്കോബേ, നീ ഇപ്പോൾ ഒരു പുഴുവാ. നിന്നെ തട്ടിക്കളിക്കും എല്ലാവരും. പക്ഷേ
നിന്നെ ഈ പുഴുവായ നിന്നെ ദൈവം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ, ദൈവം നിന്നെ ഉപയോഗിക്കുമ്പോൾ, ആമേൻ, നീ പുഴുവെന്ന് പറഞ്ഞവരും, ഹല്ലേലൂയ, ഇപ്പോൾ നിന്നെ കൈ കഴുകി മാറിപ്പോയവരും എന്നെ തേടി വരുന്നൊരു സമയമുണ്ട്. നിന്റെ വിഷൻ വലുതാ. ആമേൻ, നിന്റെ വിഷൻ ആമേൻ വലുതാ. അതിനകത്ത് നിന്നെ നിർത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന ചില ആമേൻ പോരുകളുണ്ട്. അതിനകത്ത് ദൈവമഹത്വം വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു ദൈവം, ആമേൻ, നിന്നെ സഹായിക്കാമെന്ന് പറയുന്ന ഒരു ദൈവം നിന്റെ അടുത്ത് ഇറങ്ങി വന്ന് നിൽപ്പുണ്ട്. സഹായിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. പോകുന്നവർ പോട്ടെ, ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഉയർത്തും. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ആമേൻ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുന്നത് ഇങ്ങനെയാ: ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ആമേൻ സ്തോത്രം തരും, ജനത്തിൻ്റെ നിന്നയും തന്നെ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു, അവൻ ഒരു മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. സ്തോത്രം. പറയാൻ പുകഴുവാനോ ഒന്നുമില്ലാത്ത, ആമേൻ, ഒന്നും ആരോടും പറയാനില്ല, ആരോടും വാശിയില്ലാത്ത, ആരോടും വൈരാഗ്യമില്ലാത്ത, ആർക്കും പറയാൻ, ആർക്കും എന്തും ചെയ്യാം, ആ തലത്തിൽ ഞാനൊരു കൃമിയാ, എന്ന് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ അതിനകത്തുനിന്ന് ആമേൻ ദാവീദ് പറയുക, സ്തോത്രം, ഞാൻ ഉയർന്നു വരുന്നൊരു സമയമുണ്ട്. ആമേൻ. ഒരു കൃമിയായ നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട് എന്ന് ദാവീദ് നല്ലവണ്ണം അറിയാം. ഇന്ന് പകലിൽ ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഇതാണ്: പുഴുവായി യാക്കോബേ, ഇസ്രായേൽ പരിശേ, ഭയപ്പെടേണ്ട. നീ എന്തിനാ ഭയപ്പെട്ടിരിക്കുന്നത്? തലമുറയ്ക്ക് അഡ്മിഷൻ റെഡി ആയില്ലേ? അതിനുവേണ്ട ഭയപ്പെട്ടിരിക്കുന്നത്? തലമുറയ്ക്ക് ഇന്ന് പകൽ അഡ്മിഷൻ റെഡിയാ. വിശ്വസിക്ക്. ഏതില്ല? പേരൽ മെഡിക്കൽ കോളേജ്. ഏതില്ല നിൻ്റെ മകൾക്ക് വേണ്ടി അഡ്മിഷൻ ഒരു ഓഫർ ലെറ്റർ കൊടുത്തിരിക്കുന്നത്? അത് ഇന്ന് പകൽക്കാലം വരാൻ പോയാ. യെസ്, ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. യെസ്, പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം, ജനത്തെ മാനിക്കണം, കർത്താവിന് കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.